ഹായ്, എൻ്റെ പേര് ആയിഷ നസീറ. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഞ്ചാമൃത പായസമാണ്. അതിന് വേണ്ട ചേരുവകൾ: ഇത് പംകിൻ വേവിച്ച് വെച്ചത്, ചെറുപയർ പരിപ്പ് വേവിച്ച് വെച്ചത്, വെല്ലം ഉരുക്കി വെച്ചത്, അലോവേര ഇതിൽ ജാഗരിയിൽ സോക്ക് ചെയ്തത്, കാഷ്യൂ പേസ്റ്റ്, നെല്ലിക്ക, പശുവിൻ നെയ്യ്, റൈസിൻസ്, കാഷ്യൂ, സാൾട്ട്, ജിഞ്ചർ പൗഡർ, കരിഞ്ജീരകം, തേങ്ങാപ്പാൽ, 1-ാം പാലും 2-ാം പാലും. ഇനി നമുക്ക് ആദ്യം നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാൻസ്പാരൻ്റായി കിടക്കും. അതാണ് ഇതിൻ്റെ ഈ നെല്ലിക്കാൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മൾ നെല്ലിക്ക ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഒരു കടായി എടുത്ത് നമുക്ക് കാഷ്യൂ റൈസിൻസും വറുത്ത് കോരാം. ആദ്യം കാഷ്യൂ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് റൈസിൻസ് വറുത്ത് കോരാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നെല്ലിക്ക അതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം. 2-ാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി ഈ 2-ാം പാൽ ഒന്ന് കുറുകി വരണം. ഇനി ഇതാ നമ്മൾ 2-ാം പാൽ ഒഴിച്ചത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ്, ഇപ്പോൾ ചെറുപയർ പരിപ്പ് നേരത്തെ ഇട്ടത് ആ കട്ടകളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലോട്ട് പംകിൻ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചെറുപയർ പരിപ്പ് ഇവിടെ നല്ലോണം തളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പംകിൻ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നല്ല തിക്കിലുള്ള. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മുഴുവനും തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിലോട്ട് കുറച്ചും കൂടി 2-ാം പാലാണ് ഞാൻ ചേർക്കുന്നുള്ളത്. ഇത് ഞാൻ അലോവേര പിന്നെ വെല്ലത്തിൽ ശർക്കര പാനിയിൽ ഇട്ട് വെച്ചതാണ്. അലോവേര ആദ്യം അതിൻ്റെ ആ കറകളെല്ലാം കളഞ്ഞ് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് നല്ലോണം വാഷ് ചെയ്യണം. ഇല്ലെങ്കിൽ അതിൻ്റെ കയ്പ്പ് മാറില്ല. നല്ലോണം വാഷ് ചെയ്ത് ശർക്കര പാനിയിലിട്ട് വെച്ചതാണ്. ഇത് ഈ സമയം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുക. അതെന്താ വെച്ചാൽ ഈ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ലേശം ഉപ്പ്. നമ്മൾ പായസം എന്താ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ 1-ാം പാൽ ചേർക്കുന്നു. 1-ാം പാൽ ചേർത്താൽ പിന്നെ ഇത് തിളക്കാൻ പാടില്ല. അന്നേരം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. യെസ്, പഞ്ചാമൃതം എവിടെ വരെ എത്തി? ഏകദേശം തീരാറായി. അവിടെ നിന്ന് കളികളൊക്കെ കിട്ടി. ഇനി ഇവിടെ നിന്ന് കിട്ടും. അലോവേര ഫുള്ളിട്ടേ. അയ്യോ, അലോവേര വേണ്ട. അലോവേര ശർക്കര പാനിയിൽ ഇട്ട് വെച്ചിരിക്കും അല്ലേ? ആ ഫുള്ള് ഇട്ടുമല്ലോ. അത് ഫുള്ളിട്ട്. ഇവിടെ നിന്നൊന്നും എടുക്കാനില്ല കേട്ടോ. കാഷ്യൂ ഉണ്ട്. നടക്കട്ടെ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.